നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ. പുതുവർഷത്തിൽ പശുക്കൾ ചത്ത കുട്ടി കർഷകർക്ക് സർക്കാർ 5 പശുക്കളെ നൽകും. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകരായ മാത്യു ബെന്നി, ചേട്ടൻ ജോർജ്, അനിയത്തി റോസ്മേരി, അമ്മ ഷൈനി എന്നിവരുടെ വീട്ടിലെത്തിയ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനുമാണ് പശുക്കളെ നൽകാമെന്ന് അറിയിച്ചത്. ഒരാഴ്ചയ്ക്കകം പശുക്കളെ നൽകും. ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കും. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കപ്പത്തണ്ട് കഴിച്ച 13 പശുക്കളാണ് ചത്തത്. നടൻ ജയറാം 5 ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു. ധനസഹായം നൽകുമെന്ന് മമ്മൂട്ടിയും പൃഥ്വിരാജും പറഞ്ഞു. PJ ജോസഫ് 1 പശുവിനെ നൽകും. വീഞ്ഞും കേക്കും പരാമർശം പിൻവലിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ. ബിഷപ്പുമാർക്കുള്ള പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെ തള്ളി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. പരാമർശം പിൻവലിച്ചാലും രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേന്ദ്രത്തിന്റെയും സംഘപരിവാറിന്റെയും സഹായത്തോടെ നടക്കുന്ന ആക്രമണങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമെതിരെ ഒന്നിച്ച് പ്രതികരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സുരേഷ് ഗോപിക്കെതിരായ അന്വേഷണം തുടരും. കുറ്റപത്രം നൽകുന്നതിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ പോലീസ് ചർച്ച ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. മണിപ്പൂരിൽ റോക്കറ്റ് ലോഞ്ചറുകളുമായി തുറന്ന വാഹനത്തിൽ തീവ്ര മെയ്തി വിഭാഗത്തിന്റെ പരേഡ്. മണിപ്പൂരിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പരേഡ്. റോക്കറ്റ് ലോഞ്ചറും മെഷീൻ ഗണ്ണുകളും അടക്കം സംഘം യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. തീവ്ര മെയ്തി വിഭാഗമായ അംബൈ തെങ്കോലിലെ അംഗങ്ങളാണ് പരേഡ് നടത്തിയത്. ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 24 കഴിഞ്ഞു. 100-ലധികം പേർക്ക് പരിക്കുണ്ട്. 155 തുടർ ഭൂചലനങ്ങളാണ് ഒറ്റ ദിവസം രാജ്യത്തുണ്ടായത്. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. ഇതേസമയം ജപ്പാനിലെ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു.